Afghanistan, Afrika, Albania, Philippines, Azerbaijan, Tajikistan, Bangladesh, Donia, Bosnia, Herzegovina, Havala, Bulgaria, Blagorenty, Cambodia, China, Singapore, Croatia, Czech Republic, Denmark, English, Ethiopia, Amsterdam, Finland, France, Mercy, Germany, Greece, Hungary, India, Indonesia, Trimagashi. മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് താങ്ക് യു. എന്നാൽ വെറും 44 സെക്കൻഡ് കൊണ്ട് 55 രാജ്യങ്ങളിൽ 55 ഭാഷകളിൽ എങ്ങനെ താങ്ക് യു എന്ന പദം ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരുന്നതിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ശ്രീ അഫിൻ ടോമി. അഫിൻ ടോമിയുടെ വിശേഷങ്ങളിലേക്ക്. അഫിൻ ടോമി, നമസ്കാരം. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അഫിൻ ടോമി എന്നാണ്. അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നടുവട്ടത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. പിന്നെ ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സെൻറ്റ് തോമസ് ചിച്ചേഴ്സ് മലയാറ്റൂരിലാണ് ഞാൻ പഠിക്കുന്നത്. അതാണ് എൻ്റെ സ്കൂള്. എൻ്റെ പപ്പയുടെ പേര് ടോമി എന്നാണ്. പിന്നെ എൻ്റെ അമ്മയുടെ പേര് പ്രിയ എന്നാണ്. എന്തിനായിരുന്നു പുരസ്കാരം? എനിക്ക് സത്യത്തിൽ ഇത് കിട്ടിയത് ഞാൻ 54 ലാംഗ്വേജസിൽ ഞാൻ താങ്ക് യു പറഞ്ഞു, ഓരോ രാജ്യങ്ങളുടെ ലാംഗ്വേജസിൽ. അതും 47 സെക്കൻഡ് കൊണ്ടായിരുന്നു, 44 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് എനിക്കിത് കിട്ടിയത്. അതൊന്നും ഇവിടെ പറയാൻ പറ്റുമോ? Afghanistan, Afrika, Albania, Philippines, Azerbaijan, Tajikistan, Bangladesh, Donia, Bosnia, Herzegovina, Havala, Bulgaria, Blagorenty, Cambodia, China, Singapore, Croatia, Czech Republic, Denmark, English, Ethiopia, Amsterdam, Finland, France, Mercy, Germany, Greece, Hungary, India, Indonesia, Trimagashi. ഇതാണ് ഒരു ഹാഫ്. ഇതേപോലെ കുറച്ചുകൂടിയും വരും. ഇതിപ്പോൾ ഒരു അതിൻ്റെ സ്റ്റാർട്ടിങ്. ശരിക്കും ഇപ്പോൾ പറഞ്ഞത് ആർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഒന്നുകൂടി സ്ലോ ചെയ്ത് പറയാം. അഫ്ഗാനിസ്ഥാൻ, മനന. ആഫ്രിക്ക, ദംഗെ. അൽബേനിയ, ഫിലിമെൻ്ററി. അസർബൈജൻ, തശേക്കുലിദ്ര. ബംഗ്ലാദേശ്, ധന്യവാദ്. ബോസ്നിയ ഹെർസിഗോവിന, ഹവാല. ബൾഗേരിയ, ബ്ലഗോദ്രന്തി. കംബോഡിയ, ആക്കുൻ. ചൈന, സിങ്സിയെ. ക്രൊയേഷ്യ, ഹവാല. ചെക്ക് റിപ്പബ്ലിക്, ദേക്കുഞ്ചു. ഡെൻമാർക്ക്, താക്ക്. ഫിലിപ്പൈൻസ്, സലാമത്ത്. എനിക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ മാർക്കുണ്ടോ? ഫുൾ 54 ലാംഗ്വേജസ്. സ്പീഡിലാണോ സ്ലോയിലാണോ? സ്പീഡിൽ. Afghanistan, Afrika, Albania, Philippines, Azerbaijan, Tajikistan, Bangladesh, Donia, Bosnia, Herzegovina, Havala, Bulgaria, Blagorenty, Cambodia, China, Singapore, Croatia, Czech Republic, Denmark, English, Ethiopia, Amsterdam, Finland, France, Mercy, Germany, Greece, Hungary, India, Indonesia, Trimagashi, Ransapas, Gostam, Salto, Italy, Greece, Japan, Kazakhstan, Roma, Latvia, Paris, Lithuania, Netherlands, Norway, Philippines, Portugal, Bulgaria, Russia, Spain, Serbia, Havala, Slovenia, Havala, Tanzania, UAE, Shukran, Uzbekistan, Roma, Wales, Brazil, Bulgaria, പാകിസ്ഥാൻ, ശുക്രിയ, മലേഷ്യ, ത്രിമകാശി, മെക്സിക്കോ, ഗ്രേറ്റ്സിയ, മാൾട്ട, ഗ്രേറ്റ്സിയ, വിയറ്റ്നാം, ക്യാമോൺ, നേപ്പാൾ, ധന്യവാദ, ഭൂട്ടാൻ, ഖത്തറിൻസെ, ബ്രൂണി, ത്രിമകാശി, ഇറാഖ്, ശുക്രാൻ, സൗദി അറേബ്യ, ശുക്രാൻ, മാൽദീവ്സ്, ശുക്രിയ. ശരിക്കും ഇത് എത്ര നാളത്തെ ഒരു പ്രയത്നമാണത്? ഇത് ഏകദേശം ഞാനത് വെക്കേഷൻ സമയത്താണ് ചെയ്തത്. ഇതിന് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഈ ലാംഗ്വേജസും എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി ഏകദേശം എനിക്ക് 2 months സമയം വന്നു. എന്താണ് ഇങ്ങനെ എന്താണ് ശരിക്കും അഫിൻ ടോമിയുടെ ഒരു സ്വപ്നം, ആംബിഷൻ എന്താണ്? എൻ്റെ ആംബിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലുള്ള ആംബിഷൻ എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നാണ്. അതേപോലെ എല്ലാവരും ഇത്ര നാൾ സയന്റിസ്റ്റൊക്കെ ഡിസ്കവർ ചെയ്ത് അഥവാ ഇൻവെന്റ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും വലുതാമ ഇൻവെന്റ് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തെടുക്കാനാണ് എൻ്റെ മെയിൻ അംബിഷൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? പരിശ്രമങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ ഇതേപോലെ ഓൺലൈനിൽ ഒരുപാട് സൈറ്റിലും ഇപ്പോൾ YIP അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ എണ്ണത്തിൽ ഞാൻ അപ്ലൈയും എല്ലാം ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ എനിക്ക് കുറച്ച് പ്രചോദനങ്ങളും അതൊക്കെ കിട്ടും. അല്ല, ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സയന്റിസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്? ഏത് മേഖലയിലാണ്? ഫിസിക്സിനോട് താല്പര്യം എനിക്ക് കുറച്ചും കൂടുതലാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ അകത്തേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ നിലവിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതിനുള്ള എങ്ങനെയാണ് അതിൻ്റെ ഒരു പരീക്ഷണശാല എങ്ങനെയാണ് അത്? ഞാൻ കൂടുതലും വർക്കിംഗ് മോഡൽസ് ഒക്കെ ചെയ്യാറുണ്ട്, സ്റ്റിൽ മോഡൽസും ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ചുകൂടിയും വർക്കിംഗ് മോഡൽ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടിയും താല്പര്യം. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ ചിലതെനിക്ക് ഐഡിയാസ് തോന്നുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഞാൻ ഓൾറെഡി ഐഡിയാസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ തോന്നിയ ഐഡിയാസ് ഒക്കെ ഞാൻ YIPയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. YIP മീൻസ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. അപ്പോൾ എന്തായാലും ഇതാണ് ഗെയിം. ഇതിൻ്റെ പേര് ബസ് വയർ ഗെയിം എന്നാണ്. ഇതുണ്ടാക്കാൻ വലിയ ചിലവൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. ആകെ ഒരു 100 rupees താഴെയാണ് കഴിച്ച് നമുക്ക് ചിലവ് തന്നെയുള്ളൂ. കാരണം ഇതുണ്ടാക്കാൻ വേണ്ടി വലിയ ചിലവ് വരേണ്ട കേസ് നമുക്ക് വന്നില്ല. കാരണം ആകെ ഇതിനകത്തുള്ളത് 9 volt ബാറ്ററിയും കണക്ടറും ലൈറ്റും സ്വിച്ചും അത്രയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ കുറച്ച് വയറുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന കേസുള്ളൂ.
നമുക്കിത് ഉണ്ടാക്കുന്നതിന് ഗുണം സാധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് സ്കൂളിലൊക്കെ എക്സിബിഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോയതാണ്, ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സെക്കൻഡ് അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്കൂളിൽ എക്സിബിഷൻ ഇതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്ക് ആദ്യം HD ബാറ്ററി കണക്ട് ചെയ്യാം. ഇതാണ് കണക്ടർ. പിന്നെ ഇത് ബാറ്ററി അറ്റാച്ച് ചെയ്തൊക്കെയുള്ള സെറ്റപ്പാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഇവിടെ സ്റ്റിക്കർ വരണതാണ്, പക്ഷേ ഇതുള്ള ബാറ്ററി എൻ്റെ നിന്ന് പോയി. അപ്പോൾ ഈ ബാറ്ററി വെച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ റോഡിൽ ഇത് ടച്ച് ചെയ്യണ സമയത്ത് സൗണ്ട് വരും. ഇതിൻ്റെ ഉള്ളൊരു ബസ്സറും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ കമ്പിയിൽ ടച്ച് ചെയ്യണ സമയത്ത് അത് സൗണ്ട് വരും. പക്ഷേ നമ്മളിത് കൊണ്ടുപോയിട്ട് നമ്മളിവിടെ വെച്ചാൽ സൗണ്ട് വരില്ല. കാരണം ഇവിടെ ഇത് ഇൻസുലേറ്റഡ് പാർട്ടാണ്, അതുകൊണ്ട് ഇവിടെ സൗണ്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഗെയിം പ്ലേ ഇങ്ങനെയായിരിക്കും വരാം. നമ്മൾ ഈ റോഡിൽ ടച്ച് ചെയ്യാണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ ഈ മിസ്റ്റർ ബീൻ്റെ ഓരോ ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഷോയിലുണ്ട് ഇതേപോലെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യണമെന്നാണ്. ടച്ച് ചെയ്താൽ അത് ഔട്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു LED ലൈറ്റും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ബാറ്ററിയുടെ ചാർജ് കുറച്ച് കുറവായിരുന്നുകൊണ്ട് അതിന് ബ്ലിങ്കിങ്ങിന് കുറച്ച് ഇഷ്യൂ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ബാറ്ററി കുറച്ചുകൂടി പവർ കൂടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലിങ്കിങ് ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഔട്ടായോ ഇല്ലയെന്ന്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ലോ ബാറ്ററി ആയതുകൊണ്ട് എനിക്കത് ബ്ലിങ്കിങ്ങിൻ്റെ ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓ ഗൈസ്, ഔട്ടായി ഗൈസ്. ഇത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഗെയിമാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് തോക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒപ്പം ഇത് ചലഞ്ചിങ്ങൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല റേറ്റിംഗൊക്കെ കിട്ടും നമുക്കിത് ആൾക്കാരൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അവരൊക്കെ നന്നായിന്ന് പറയുള്ളൂ. അത് ആരാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രചോദനം? മീൻസ് ആരാണ് ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നത്? എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എൻ്റെ പപ്പയും അമ്മയാണ്. അതേപോലെ തന്നെ എൻ്റെ ഇത്രയും നാൾ എന്നെ എഫേർട്ട് എടുത്ത് പഠിപ്പിച്ച ടീച്ചർമാരും എല്ലാവരും ഉൾപ്പെടും. അപ്പോൾ അടുത്ത ലക്ഷ്യം ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. ഞാനിപ്പോൾ ആക്ച്വലി 10th സ്റ്റാൻഡേർഡിലായിട്ടുള്ളൂ. 10th സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.